നാളെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ സാന്റി കൊണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട കാരണം മാത്രം എന്തോ നമ്മളിവിടെ വന്നാൽ സഹകരിക്കുന്ന ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വരണം. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും പറയുമ്പോൾ ഞങ്ങൾ സാന്റി വരണം. ഇതൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾ പറയും. നമ്മൾ നമുക്ക് മാന്യത ഞങ്ങൾ അവര് തൊപ്പിയും വെച്ച് മാന്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ല. അവരിങ്ങനെ ചൂലൊന്ന് ആക്ഷൻ കാണിച്ചിട്ട് ഞങ്ങളെ കാര്യങ്ങൾ മാന്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വീട്ടിലൊക്കെ അഡ്രസ്സും കൂടിയുള്ളവർ തന്നെ ജോലിക്ക് ഇറങ്ങുന്നെന്ന് പറഞ്ഞു ഇങ്ങനെ ഓർക്കൂട്ട് തൊപ്പിയും വെച്ച് ചൂലിന്റെ ആക്ഷൻ കാണിച്ച് കേട്ടാ എന്താ ആവശ്യമുള്ള കാര്യം പ്രതികരിക്കാൻ സമ്മതിക്കില്ല. എന്താണ് വിഷയം? എന്താ കാര്യം? വിഷയം എന്ന് പറഞ്ഞാൽ അടി പറയടി നമ്മളിന്ന് വന്ന് ഇവിടെ വന്ന് 9 മണിക്ക് വന്നിരിക്കുക. ഇവിടെ വന്ന് എല്ലാ അടുക്കളയും കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇനി അളന്ന് അവിടെ ജോലി ചെയ്തേക്കും. ഞങ്ങൾ ഇവിടെ വന്ന് ജോലിയെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ അളന്നിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ ഇവർക്കൊക്കെ പറഞ്ഞു കേൾക്കേണ്ട കാര്യം എന്തുവാ നിങ്ങൾ പറയും. ഇങ്ങോട്ട് വന്നെന്ന് പറയുക നിങ്ങൾ അവിടെ ഒളിച്ചിരിക്കുന്നെങ്കിലേ. അപ്പോൾ ഇന്ന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട അതിൽ ഉൾപ്പെടുത്തൂലേ? അതെ, നിങ്ങളിപ്പോ പറയുന്ന മതിയായ പരിഗണന നിങ്ങൾക്ക് നൽകിയില്ലെന്നാണ്. മതിയായ പരിഗണന ഞങ്ങൾക്ക് നൽകാതെ ബാക്കി എല്ലാവരെയും സ്വീകരിച്ച് ഈ ഹരിതകർമ്മക്കാരും ബാക്കി എല്ലാവരും തൊപ്പിയും വെച്ച് അഡ്രസ്സോട് കൂടി നിന്നിട്ട് ഞങ്ങൾ ഇത്രയും തൊഴിലാളികളും മറ്റേ സൈഡിലെ തൊഴിലാളികളും പാവങ്ങളടച്ച് വെച്ചാൽ ഇങ്ങനെ നിൽക്കണം. നമ്മളെ ഫ്രണ്ടിലോട്ട് വിളിക്കുകയോ നമ്മളെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ തൊഴിലുറപ്പുകാരാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്നും അഡ്രസ്സുള്ള വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി വരുന്നത്. നമ്മളെ വേറുമില്ല കൂലിവേലക്കാരാണെങ്കിൽ ഒരു മൈൻഡില്ലാതെ കളഞ്ഞു. അതിനൊരു പ്രതികരണം എനിക്കൊരു ജോലി ചെയ്യുന്നതിനൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ വരും, എവിടെ വിളിച്ചാലും വരും, എല്ലാം ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ ഇങ്ങനെ പരിഗണിക്കാതിരിക്കുന്നതിന് പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഞാൻ പറയാനുള്ള ഇതില്ല. എപ്പോ വിളിച്ച ആരും കുഞ്ഞുങ്ങളെ വിളിച്ചിരുന്നു മറ്റുള്ളവർ പറഞ്ഞു. ഞാൻ വിളിക്കാതെ തന്നെ 9 മണിക്ക് ഇവിടെ വിളിച്ചതാണ്. 9 മണിക്ക് ഞാൻ വിളിക്കാതെ തന്നെ അല്ല ആരും അറിയാം. 9 മണിക്ക് ഉദ്ഘാടന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ എത്തിയായിരുന്നോ? 8:30 മണിക്ക് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ സൈറ്റ് പോകണം. അങ്ങനല്ല, നിങ്ങൾ വന്നപ്പോൾ ഞാൻ കണ്ടു, ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചല്ലോ. ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം തിരങ്ങിയത് നമ്മുടെ തൊഴിലുറപ്പിന്റെ തൊഴിലാളികൾ എന്തെന്നാണ് തിരക്കിയത്. ശരിയായ നിലപാടല്ല. നമ്മളെ തൊഴിലാളികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ യാതൊന്നും ശരിയല്ല. അത് തന്നെ, നിങ്ങൾക്കുള്ള നിലപാടുകൾ ഒന്നും ശരിയല്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന ജോലിയാണ് പഞ്ചായത്ത് എടുത്ത് തരുന്നത്. അപ്പൊ അത് തന്നെ, ഈ പഞ്ചായത്തിന്റെ ഒരു മെഗാ പരിപാടി തുടങ്ങിയപ്പോൾ അതിന് സർക്കാർ ഞങ്ങൾക്ക് ഏത് ജോലി പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാ. എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പാലക്കാർ വിളിക്കുന്നിടത്തൊന്നും ഞങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ ആവശ്യമുള്ള കാര്യം തന്നെ നമ്മൾ ജോലിക്ക് അവിടെ നമ്മളെ ശരിയാ കടമയുണ്ട് ഞങ്ങൾ വരും. പക്ഷെ നമ്മളെ പരിഗണിച്ചില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. നമ്മൾ വന്ന് പറയില്ല എല്ലാവരും ഭാഗങ്ങളല്ലെന്ന് എല്ലാവർക്കും കൊണ്ട് ഇതിനകത്ത് അഭിപ്രായം. അവരെയും കൊണ്ടൊന്നും എല്ലാവർക്കും ഇതിനകത്ത് നേരത്തെ ഇറക്കുന്നു പറയാനുള്ള ശേഷി ചിലപ്പോൾ കാണത്തില്ല. അത് ആർക്ക് കേട്ടാലും അത് അല്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെയോ മറ്റൊരാളെ അധിക്ഷേപിച്ചല്ല ഞങ്ങൾ പറഞ്ഞത്. ഇതിന് മുമ്പും ഞങ്ങളിവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നപ്പോൾ ഒന്നും എല്ലാവരെയും കൂടെ കൂട്ടി മുമ്പോട്ട് നിർത്തിയില്ല. ഞാൻ പറഞ്ഞു വിജിറ്റിൽ കൂടെ വിളിച്ച് പറഞ്ഞ ശേഷമാണ് നിങ്ങൾ വന്ന് തൊഴിലുറപ്പുകാരെ വിളിച്ചത്. അതെനിക്ക് നല്ലതുപോലെ അറിയാം. അല്ല, പണി ചെയ്യുന്നതിനുള്ളൊരു വിഷയമല്ല. പണി നമ്മൾ ചെയ്യാൻ തയ്യാറ്. പണി നമ്മൾ എവിടെ വന്നാലും നമ്മൾ ചെയ്യും. നമുക്ക് തൊഴിലുറപ്പാർക്ക് അഡ്രസ്സില്ല. ഇത് പറയുന്നത് കുറ്റം. നിങ്ങൾ ആര് തിരിഞ്ഞും കുറ്റത്തേ ഉള്ളൂ. ഒരഭിപ്രായം പറഞ്ഞു ചേച്ചിന്നല്ല ആർക്കായാലും ഇവിടെ ക്ലീനിങ് ചെയ്യണ്ട. പൊയ്ക്കോ. നിങ്ങൾക്ക് അന്നേരം പറയണ്ടായിരുന്നു, നേരത്തെ പറയണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ പറയുന്നത് എന്താ ചെയ്ത് ചേച്ചി ഇവിടെ? ഒന്നും ചെയ്തില്ല. എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു കാര്യമല്ലേ? അല്ല, നിങ്ങൾ ഇതെടുത്തോ. പഞ്ചായത്തിന്റെ മറുപടി കൂടെ എടുക്കണം കേട്ടോ. എടുത്തൊന്നും ഇട്ടാ
നമുക്ക് ഒരേ കാര്യങ്ങൾക്ക് ഇറങ്ങും. ഞാൻ എങ്ങനെ വരുന്നില്ല, ഞാൻ ഇങ്ങനെ വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ വരുന്നത് ഇപ്പോഴേ ഇറങ്ങിയത്. എന്നും ചാനലിലോട്ട് വിളിച്ചിട്ട് വിളിക്കുമ്പോൾ നമ്മൾ വന്നേക്കും. നിങ്ങൾ വന്നിട്ട് നിങ്ങളെ ഇന്ന് പരിഗണിച്ചോ? അത് വേണം പറയും. ചാനൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ വരുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ ഒരു പരിഗണന ഉണ്ട്. ഇത് നമ്മളെ മുമ്പോട്ട് പറഞ്ഞ് സീരിയസ് പറയാനില്ല. എനിക്ക് ഞാൻ ഇത് പറഞ്ഞോളൂ. ഇതിനായിട്ട് സർക്കാർ ശമ്പളക്കാരുണ്ട് ഈ തോട്ടം വൃത്തിയാക്കുന്നതിന്. അവർക്ക് എന്തോ ജോലി? ഇവിടെ അതിന് എത്രാമത്തെ തവണ ഈ ആളുകൾ വരുന്നതെന്ന് അറിയുമോ? അവിടെ നമസ്കാരം. ഇന്ന് നമ്മുടെ KSRTC സ്റ്റാൻഡും പരിസരവും ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ 9 മണിക്ക് നമ്മളെല്ലാവരും ഈ KSRTC സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ഞാൻ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട 75 KSRTC സ്റ്റാൻഡുകളാണ് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനവുമായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മുമ്പോട്ട് പോകുന്നത്. എല്ലാ പഞ്ചായത്തുകളും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, അതുപോലെ നമ്മുടെ സ്കൂളുകളിലെ NSSന്റെ വിദ്യാർത്ഥികൾ, നമ്മുടെ വിട്ടുകിട്ടിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മെഗാ ക്ലീനിങ് ക്യാമ്പയിന് ഇന്ന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിൽ എല്ലാവരും ഇല്ല, 1-2 പേര് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഈ തൊഴിലുറപ്പ് സൈറ്റിൽ ഇവിടെ വരികയും വന്നതിന് ശേഷം ഈ ഒരു ക്ലീനിങ് ക്യാമ്പയിൻ മുടക്കുന്നതിന് വേണ്ടി ഗൂഢ ലക്ഷ്യത്തോടു കൂടി ഇതിനകത്ത് വരികയും ചാനലിനടക്കം വാർത്ത കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ പരിശോധിക്കണം, ഇവിടെ നടക്കുന്നത് ലൈവായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മുടെ വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥി സമൂഹത്തെയും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു മെഗാ ക്യാമ്പയിനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് തകർക്കുന്നതിന് വേണ്ടിയും പഞ്ചായത്തിനെ അപമാനിക്കുന്നതിനും വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഈ തൊഴിലുറപ്പിന് വരികയും വേണ്ടാത്ത വാർത്തകൾ ഇതിന് ചാനലിനടക്കം കൊടുക്കുന്ന ഒരു രീതി ഇന്നത്തെ ഈ ക്യാമ്പയിനിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട ബാക്കിയുള്ള NREGSന്റെ തൊഴിലാളികളും നമ്മുടെ സമൂഹത്തിലുള്ള നല്ലവരായ നാട്ടുകാരും ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒന്നിനെയും തകർക്കുന്നതിന് വേണ്ടിയല്ല, എല്ലാം നേരെ നടക്കണം, അല്ലെങ്കിൽ സുതാര്യമായി നടക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇതിനകത്ത് വന്ന് വെറുതെ വിഷയങ്ങൾ ഉണ്ടാക്കി മറ്റുള്ള തൊഴിലാളികളെ കൂടെ തിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ഒരു പ്രാവശ്യവും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ള നമ്മുടെ മീഡിയ പ്രവർത്തകർ കൃത്യമായിട്ടും അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കി മാത്രം ഇത് സംപ്രേഷണം ചെയ്യുക. ഇവിടെ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സർക്കുലർ പ്രകാരമാണ് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിനെ നവീകരിക്കാൻ നോക്കിയത്. അത് മാത്രമല്ല, അതിനകത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഈ വാർഡിന് പ്രതിനിധാനം ചെയ്യുന്ന ഹരിതകർമ്മസേന, ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ ഹരിതകർമ്മസേന, NSS കുട്ടികൾ, ഇവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിനകത്ത് ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അസൈൻ ചെയ്തൊന്നും ജോലി കൊടുത്തിട്ടില്ല. എല്ലാവരും കൂടെ ഒരുമയായിട്ട് നിന്ന് പണി ചെയ്യുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ ഒരാൾ ഇങ്ങനെ പരാതി പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ അസംബന്ധമായ കാരണം. അതായത് ഒന്നിച്ച് നിന്ന് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രവൃത്തി വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ നല്ലത് വൃത്തിയായിട്ട് ചെയ്യണം എന്നാണ് നമ്മളുടെ ഒരു ഇതെന്ന് പറയുന്നത്. മുഖ്യമായി ഉണ്ടായ ഒരു ആക്ഷേപം, ഈ ശുചീകരണ പ്രവർത്തനമായി ഇവിടെ വന്നപ്പോൾ മറ്റ് ഹരിതകർമ്മ സേനയും മറ്റുള്ള അംഗങ്ങൾക്ക് വേണ്ടുന്ന പരിഗണനയും, എന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പരിഗണന ലഭിച്ചില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താണ്? കയറി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും സ്ഥലമില്ലാത്തതുകൊണ്ടും കുഞ്ഞുങ്ങളും ഫ്രണ്ട് വശത്ത് നിന്നതുകൊണ്ടും ഞങ്ങൾ ബാക്കിലോട്ട് നിന്നെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് പരിഗണന തരാതെ ഇരുന്നില്ല. ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ബാക്കിലോട്ട് മഴ ചാറ്റലുള്ളതുകൊണ്ട് നനയാതെ നിന്നെന്നുള്ളതേ ഉള്ളൂ. അതിനകത്തോട്ട് കയറി നിന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. MMS ചെയ്ത് ഞങ്ങൾ ഉച്ച വരെ ഇവിടെ ജോലി ചെയ്തിട്ട് ബാക്കി ജോലി ഞങ്ങൾ ചെയ്യാനുള്ള അളവ് സൈറ്റിൽ പോയി ചെയ്യും. അവനവൻ്റെ അളവ് കൊടുത്ത് ഉച്ച കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്യും. ഇവിടെ ഉച്ച വരെ ഞങ്ങൾ ജോലി ചെയ്യാൻ പറഞ്ഞു. അതിന് 1-2 പേരിങ്ങനെ പിന്നെ ഇവിടെ വന്നതിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുന്നത്, അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല.
ഭൂരിഭാഗം പേർക്കും കുഴപ്പമില്ല. ഇല്ല ഞങ്ങൾ ഇന്ന് 27 പേരുണ്ട്. അതിൽ 2 പേരേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞത്. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ഒരുമയോടുകൂടി എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് എന്ത് പറഞ്ഞാലും പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ